കേരളത്തിൽ ഒരു ദളിത് പെൺകുട്ടി ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അത് സാധാരണ രീതിയിലുള്ള ഒരു പീഡനമല്ല, വളരെ ക്രൂരമായ പൈശാചികമായ ഒരു പീഡനമാണ് ആ കുട്ടി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കുട്ടി ഹിന്ദു ആയതുകൊണ്ട്, ഈ ഒരു കുട്ടിക്ക് ഒരു ദളിത് കുട്ടി ആയതുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളുടെ രാഷ്ട്രീയക്കാരോ മാധ്യമ പ്രവർത്തകരോ ഇല്ല. അതേസമയത്ത് വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ദളിതിന് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇവിടെ അട്ടഹാസവും ബഹളവുമാണ് മാധ്യമങ്ങളിലൂടെ നാം കാണുന്നത്. എന്തെല്ലാം പുകിലുകളാണ് മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത്. എവിടെയൊക്കെ സമ്മേളനങ്ങൾ വിളിക്കുന്നു, ആൾക്കാരെ വിളിക്കുന്നു, ബഹളങ്ങൾ ബൈറ്റ് എടുക്കുന്നു, എന്തെല്ലാമാണ് സംഭവിക്കുന്നത്. എന്നാൽ സ്വന്തം മണ്ണില് കേരളത്തിൽ നടന്നിട്ട് ഇവർക്ക് ആർക്കും ഒന്നും പ്രതികരിക്കാൻ താല്പര്യമില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഇത് ഉത്തരേന്ത്യയിലാണെങ്കിൽ അവിടെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നത്? ഇവർ മാക്സിമം പബ്ലിസിറ്റി കൊടുത്ത് ബി.ജെ.പിയെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ബി.ജെ.പിക്ക് എതിരായിട്ട് പ്രവർത്തിക്കും. ഇവിടെ അവരത് ചെയ്യുന്നില്ല. ഇവിടെ എന്തുകൊണ്ടാണ്? ഇവരെന്തെങ്കിലും മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട്, ന്യൂനപക്ഷത്തിന്റെ സഹായം, ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം, ഇത് എല്ലാത്തിനും ഇവർക്ക് കോട്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങളും കൂടെ ചേർന്ന് കളിക്കുകയാണ് അല്ലേ? ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയാണ്. ഉമ്മൻചാണ്ടിയുടെ മറ്റു വിഷയങ്ങളിലൊന്നും പേഴ്സണൽ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. ഇതൊരു ഹിന്ദുവിന്റെ വിഷയമാണ്, ഇതൊരു ഹിന്ദുവിന്റെ പ്രശ്നമാണ് ഈ നടക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ സഭയിലുള്ളതോ അല്ലെങ്കിൽ മുസ്ലിമിന്റെ ഒരു കുഞ്ഞാലിക്കുട്ടിയുടെ സഭയിലുള്ളതോ ആ വിഭാഗത്തിലുള്ളതോ ഒരു വ്യക്തിക്കാണ് സംഭവിച്ചെങ്കിൽ ഇന്ന് എന്തായിരിക്കുമായിരുന്നു ഇന്നത്തെ അവസ്ഥ? 7 പേര് മുസ്ലിംസാണ്. മുസ്ലിമുകളുടെ സ്വഭാവം, എല്ലാ മുസ്ലിമുകളും മോശക്കാരല്ല. എനിക്ക് നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ഹിന്ദുക്കളായി ജീവിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ഹിന്ദു സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഇന്ന് നാം കാണുന്ന മുസ്ലിംസ്, അവരുടെ സ്വഭാവ രീതികൾ ഇത്രയും ക്രൂരമായി പോയതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഇത് ആരിൽ നിന്നാണോ ഇത് ഊരിത്തിരിഞ്ഞു വന്നത്, ഉടലെടുത്തത്, ആ വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ചേ ആയിരിക്കുള്ളൂ പ്രവർത്തകരും അനുയായികളും നിൽക്കുന്നത്. ഇതിലെ മുസ്ലിമിന്റെ തലവനായ വ്യക്തിയുടെ സ്വഭാവം എത്രയോ പെണ്ണുങ്ങളെ ദാരുണമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുകയുണ്ടായി. സൈനബിനെ, മരുമകളായ സൈനബ്, ഈ സൈനബിന് എന്തായിരുന്നു അവസ്ഥ? മകന്റെ മരണശേഷം ഈ സൈനബ് ആര് വിവാഹം കഴിച്ചു എന്ന് ഖുറാനിൽ എഴുതിയിട്ടുണ്ട്, പഠിക്കണം. ആരാണ്? ഇതിന്റെ തലവൻ തന്നെ വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ 8 വയസ്സായ കുട്ടി, മൈനറായ ഒരു കുട്ടീനെ ആര് വിവാഹം കഴിച്ചു? വലിയ വലിയ പട്ടണങ്ങളിൽ ചെന്ന് ആക്രമിച്ച് അവിടുത്തെ സ്ത്രീകളെ ബന്ദിയാക്കി, അടിമയാക്കി, അവിടെ ഉള്ള സ്ത്രീകളെ എല്ലാവരെയും ലൈംഗികമായി ചൂഷണം ചെയ്തു. സ്ത്രീകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ജൂതമതത്തിൽ നിന്നും അതുപോലെ തന്നെ ജൂതമതത്തെ അടർത്തിയെടുത്ത് വാൾമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു മതം പടർത്തിയ ഒരു മതമാണ് ഇസ്ലാം. അത് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. യേശു ക്രിസ്തു ആയിക്കോട്ടെ, ബുദ്ധനായിക്കോട്ടെ, രാമനായിക്കോട്ടെ, ഏത് മതത്തിലെ നേതാവ് എടുത്താലും അവരാരും ഇത്തരം ക്രൂരകൃത്യത്തിലൂടെ അവരുടെ മതം പ്രചരിപ്പിച്ച ചരിത്രം ലോകത്തൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന മതം ആൾക്കാർ ഇസ്ലാമിലേക്ക് ആകർഷിച്ചതിന് കാരണം ജൂതമതത്തിന്റെ ആകർഷണമായിരുന്നു, ജൂതമതത്തിന്റെ വരികളായിരുന്നു അതിൽ അടർത്തി വെച്ചത്. അപ്പോൾ ആ സ്വഭാവം മാത്രമല്ല, കല്യാണം കഴിക്കാൻ ഒരാൾക്ക് ഇത്ര 7ഉം 8ഉം കെട്ടി കാമം തീർക്കുന്നതിനൊക്കെ കാരണങ്ങൾ ഒരുപാടുണ്ട്. ശാസ്ത്രീയമായിട്ട് അതിനിതുണ്ട്. ഈ സുന്നത്ത് ചെയ്യുന്നത്, ഇപ്പൊ പള്ളിക്കാര് ജനിക്കുമ്പോഴേ ശകലം അങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഈ കട്ട് ചെയ്ത് കളയുന്നത് കൊണ്ടും ഇവരുടെ ഭക്ഷണക്രമങ്ങൾ കൊണ്ടും ജീവിത രീതി കൊണ്ടും ഇവർക്ക് കാമവികാരം വളരെ അധികമാണ്. അത് തീർക്കാൻ വേണ്ടി സ്ത്രീകളെ വെറും ഭോഗവസ്തുക്കളാക്കി മാത്രം കാണുന്ന ഒരു വിഭാഗമാണ്. അത് ആ കൊഴുപ്പ്, നമ്മൾ ആരാധിക്കുന്ന പശുവിനെയും കാളയിനെയും ഒക്കെ വലിച്ചു വാരി തിന്നിട്ട് ആ കൊഴുപ്പ് ഹിന്ദു സ്ത്രീകളുടെ മുന്നിലേക്ക് ഇനി കാണിച്ചു കഴിഞ്ഞാൽ, അള്ളാണ് സത്യം, ഞാൻ പറയുന്ന ഒരൊറ്റ വാക്കാണ്, ഇവിടെയുണ്ട് ഭാരതത്തിൽ പച്ചക്കറി കഴിച്ചു കിടക്കുന്ന നല്ല ക്ഷത്രിയ ചോരകളുണ്ട്. അരിഞ്ഞു കളയും ആ സാധനം, താഴെ കിടക്കുന്ന സാധനം. പള്ളിയിൽ നിന്നൊരു അല്പം തൊലി മാത്രമേ ചെത്തിക്കളഞ്ഞുവെങ്കിൽ
ആ മൊത്തം ഭാഗം അരിഞ്ഞങ്ങ് കളയും. പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ വല്ല പോസ്റ്റർ ഒട്ടിക്കാനോ വല്ലതിനും ചാരി നിർത്തേണ്ടി വരും. എന്തായിരുന്നാലും ശരി, ഈ പെൺകുട്ടിക്ക് ഉമ്മൻചാണ്ടി ഒരു ജോലി കൊടുക്കണം. ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട കാര്യം ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുനിന്ന് ചെയ്യണം. അല്ലാതെ ന്യൂനപക്ഷങ്ങളെ മണപ്പിക്കാനും സഹായിക്കാനും വേണ്ടി മാത്രം നിൽക്കരുത്. BJP മാത്രമാണ് ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. അതിന് BJPക്ക് അഭിനന്ദനമുണ്ട്. ശിവസേനയെ മുന്നിട്ടിറങ്ങണം, മറ്റ് ഹിന്ദു സംഘടനകൾ മുന്നിട്ടിറങ്ങണം. ഒരുപാട് സ്വാമിമാരുണ്ട് ഒരു പണി ചെയ്യാതെ വെറുതെ കാവ്യമെടുത്ത് ഹിന്ദുവിന്റെ വിഷയങ്ങൾക്ക് സംസാരിക്കാതെ വെറുതെ ഹിന്ദുവിനെ വിറ്റ് ജീവിക്കുന്ന കുറെ ചെറ്റകളുണ്ട് കേരളത്തിൽ. ഇവനെയൊക്കെ ആദ്യം അടിക്കണം. ഇതിന്റെ കൂട്ടത്തിലും അവന്റെ അടുത്ത് ചോദിക്കണം, ഇതിനെതിരായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ അവന് 4 എണ്ണം കൊടുക്കണം. ഹിന്ദുക്കളെ തൊട്ട് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഒന്നിച്ചു നിൽക്കണം. ഹിന്ദുവിനെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്തിയെ ഉറങ്ങിക്കിടക്കണവനെയും ഒറ്റയ്ക്ക് നടക്കണവനെയും വെട്ടിക്കൊല്ലുന്ന കമ്മ്യൂണിസ്റ്റുകാരെന്തിയെ ഏത് പീഡന കേസ് മാത്രം പറഞ്ഞ് മുഖ്യമന്ത്രിയായി അച്യുതാനന്ദൻ എവിടെ? ഷാരി കേസ് എവിടെ? അനക്കയുടെ കേസ് ഇതെല്ലാം പറഞ്ഞ് എത്രയെത്ര കിളിരൂര്, സൂര്യനെല്ലി, ഐസ്ക്രീം, വിതുര, പറവൂര് എല്ലാ കേസും പറഞ്ഞ് ബഹളം വെക്കുന്ന അച്യുതാനന്ദൻ എവിടെ പോയി? ഈ പീഡന കേസിൽ അയാൾ ഒരു വാക്കും മിണ്ടാത്തെന്താ? അയാൾ എന്താ അധോവായും വിട്ട് വീട്ടിലിരിക്കുകയാണോ? ഹിന്ദുക്കളുടെ മുന്നിൽ ഹിന്ദുക്കളെ എന്തും ചെയ്യാം. ഹിന്ദുക്കളെ ചോദിക്കാൻ ആരുമില്ല. ഭൂരിപക്ഷത്തിന്റെ വോട്ട് വാങ്ങിച്ച് നക്കി ജീവിക്കുന്ന ഈ പാർട്ടിക്കാർക്ക് ഒരു അല്പമെങ്കിലും ഒരു പറ്റ് നന്ദിയുണ്ടോ മനുഷ്യരെ? കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ചങ്കൂറ്റമുള്ള ഒരു നേതാവാണ്. എന്തുകൊണ്ട് ഇതിന് മിണ്ടുന്നില്ല? പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കുപ്പായം തുന്നി നടക്കുന്നു. പിണറായി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ബാക്കിയുള്ള നേതാക്കൾ എന്തുകൊണ്ട് ഇതിന് മിണ്ടുന്നില്ല? ഹിന്ദുവിന്റെ വിഷയം, ഹിന്ദു പൊതുക്കക്കൂസ് അല്ലേ? ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഹിന്ദുവിനെതിരായിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു സ്ത്രീയുടെ ദേഹത്ത് ഒരു മണ്ണ് നുള്ളിയിടുകയോ ഹിന്ദു സ്ത്രീ ആക്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ലിംഗം വെട്ടിക്കളയുക കേസ് നമ്മൾ നോക്കിക്കോളും. എന്ത് തന്നെയാണെങ്കിലും സുപ്രീം കോടതി വരെ പോവേണ്ടി വന്നാലും അതിനുള്ള ചെലവും കൊടുത്തു നോക്കാൻ നമ്മുടെ ആൾക്കാരിവിടെയുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതുപോലെ ജയിലിനകത്ത് ഇവന്മാര് ജയിലിനകത്ത് കയറി അവിടെ നല്ല ആമ്പിള്ളാരെല്ലാ ജയിലിലും ഉണ്ട്. പിരുത്ത് കളയും അവന്മാർ അതിനകത്തിട്ട്. ഇനി ഇവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഹിന്ദുവിനെ തൊടാൻ ഭയക്കണം ആൾക്കാരെ. ഒരുത്തൻ മതി ഒരു ഏരിയയിൽ. ആ ഒരുത്തൻ ആൺകുട്ടിയായിരിക്കണം. ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, ഹിന്ദുവിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചാക്രമിക്കുക. അതുപോലെ തന്നെ ഈ 7 എണ്ണത്തിനെയും പുറത്തിറങ്ങി കഴിഞ്ഞ 7 എണ്ണത്തിന്റെ ലിംഗം വെട്ടിക്കളയുക. കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാന്നുള്ളതേ ഉള്ളൂ. ഇത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട കാര്യമാണ്. വേറെ ആരെയും നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല.